ജീവിതത്തെ സുന്ദരമാക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളാണ് എന്നു പറയാറുണ്ട് അല്ലേ? ഏറ്റവും മനോഹരം എന്ന് കവികളൊക്കെ പാടി പുകഴ്ത്തിയ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചും അവയുടെ നിലനിൽപ്പിനെയും വ്യതിയാനങ്ങളെയും കുറിച്ചും പക്ഷേ കവികൾ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ലോകമൊട്ടുക്കും ചരിത്രമുണ്ടായ കാലം മുതൽ എല്ലാ നിയമ സംവിധാനങ്ങളും ഈ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് വേവലാതിപ്പെട്ടിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിൽ സങ്കീർണമായ ഒരു നിയമ സംവിധാനത്തെക്കുറിച്ചാണ്, ട്രിപ്പിൾ തലാഖിനെ കുറിച്ച്. ഇന്ത്യയിൽ ഒരാളുടെ മതം തീരുമാനിക്കുന്നത് അയാളുടെ പാരൻസിന്റെ മതം നോക്കിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മതവും നിങ്ങളുടെ മതവും നമ്മുടെ അമ്മയുടെയും അച്ഛൻ്റെയും മതമാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ വ്യക്തി നിയമങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്നത് 1937 പാസാക്കിയ മുസ്ലിം പേഴ്സണൽ ലോ അപ്ലിക്കേഷൻ ആക്ട് 1937 ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വന്നതിന് ശേഷം ആദ്യമായി പാസാക്കിയ നിയമങ്ങളിൽ ഒന്നാണ് ഇത്. ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്ന എല്ലാ മുസ്ലിങ്ങളുടെയും വ്യക്തി നിയമങ്ങളെ, അതായത് വിവാഹം, വിവാഹമോചനം, അഡോപ്ഷൻ, സക്സഷൻ, ഇൻഹെറിറ്റൻസ് തുടങ്ങിയ കാര്യങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ നിയമമാണ്. ഇതിൽ തന്നെ ഹനാഫി സ്കൂൾ ഓഫ് ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ് ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ മെജോറിറ്റി മുസ്ലിംസിൻ്റെയും ഇടയിൽ നിലനിൽക്കുന്ന ഒരു യൂണിലാറ്ററൽ ഫോം ഓഫ് ഡൈവോഴ്സ് ആണ് ഈ തലാഖ് എന്ന് പറയുന്നത്. തലാഖ് എന്ന അറബിക് വാക്കിന് ഡൈവോഴ്സ് എന്നാണ് അർത്ഥം. അപ്പോൾ യൂണിലാറ്ററൽ ഡൈവോഴ്സ് ആണ് എന്ന് പറഞ്ഞുവല്ലോ. ഈ കേസുകളിലൊക്കെയും ഭർത്താവ് ഭാര്യയെയാണ് ഡൈവോഴ്സ് ചെയ്യുന്നത്. 3 തരത്തിലുള്ള ഡൈവോഴ്സുകളുണ്ട്: തലാഖി അഹസൻ, തലാഖി ഹസൻ ആൻഡ് തലാഖി ബിദത്ത്. മുസ്ലിങ്ങൾ അപ്പോൾ മറ്റു തരത്തിലുള്ള ഡൈവോഴ്സുകളുടെ സ്വഭാവത്തെക്കുറിച്ച്, അവ എത്രത്തോളം ജെൻഡർ ന്യൂട്രൽ ആണ്, ഹ്യൂമൻ ഫ്രണ്ട്ലി ആണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തലാഖി ബിദത്ത് എന്ന വളരെയധികം കോൺട്രവേഴ്സിയലായ ട്രിപ്പിൾ തലാഖിനെ കുറിച്ചാണ്. ഓക്കെ, ഈ ട്രിപ്പിൾ തലാഖിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇത് എന്താണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയണം. കൃത്യമായി തലാഖിനൊരു പ്രൊസീജിയർ ഒന്നും എവിടെയും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. എന്നാൽ ഈ തലാഖി ബിദത്ത് മറ്റു തലാഖുകൾ പോലെ തന്നെ ഭർത്താവ് ഭാര്യയെ തലാഖ് പറഞ്ഞ് ഒഴിവാക്കുകയാണ്. ഈ തലാഖി ബിദത്തിലാവുമ്പോൾ ഈ തലാഖ് എന്ന് 3 പ്രാവശ്യം പറയുകയോ ഞാൻ തലാഖ് 3 പ്രാവശ്യം പറഞ്ഞു എന്ന് പറയുകയോ ചെയ്യുകയാണ് സംഭവം. അങ്ങനെ ചെയ്യുക വഴി പരിപാവനം എന്നൊക്കെ നമ്മൾ വിളിച്ചു പറയുന്ന ഈ ബന്ധം ഇല്ലാതെയാവുന്നു. ഇറീവോക്കബിളി അത് മാരേജ് ഡിസൊല്യൂഷൻ ആവുന്നു. ന്യൂട്രലായിട്ട് ഒബ്സർവ് ചെയ്യുന്നവർക്ക് രസകരം എന്നൊക്കെ തോന്നുന്ന വളരെ ക്രൂരമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഈ ഇറീവോക്കബിൾ ഡൈവോഴ്സ് നടത്തുന്ന സമയത്ത് ഭാര്യ അവിടെ ഉണ്ടായിരിക്കണം എന്ന് പോലും ഇല്ല. എന്ന് മാത്രമല്ല, ഈ തലാക്ക് വാക്കുകൊണ്ട് പറഞ്ഞിട്ടോ എഴുതി കൊടുത്തിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് മീഡിയ വഴി ടെലഫോൺ, ടെലഗ്രാം, SMS, വാട്സാപ്പ് എന്നുവേണ്ട മറ്റു തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വഴി പോലും നടപ്പിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെയധികം വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ള ഈ തലാഖി ബിദത്ത് എന്ന ഈ ക്രൂരമായ ആചാരം വർഷങ്ങളായി ഇന്ത്യയിലെ ഹനാഫി മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രാക്ടീസിലുള്ളത് ആയിരുന്നു 2017 വരെ. ഈ ഇൻസ്റ്റന്റ് ഡൈവോഴ്സിന്റെ ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീകൾ മാത്രമല്ല, പലപ്പോഴും പുരുഷന്മാരുമായിരുന്നു എന്നതാണ് അതിൽ രസകരമായ വസ്തുത. പുരുഷന്മാർക്ക് എന്താണ് ബുദ്ധിമുട്ട്? അവർക്ക് തലാഖ് എന്ന് പറയാതിരുന്നാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. പല കേസുകളും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പല കേസുകളിലും ഭർത്താവ് അറിയാതെ 3 പ്രാവശ്യം പറഞ്ഞു പോവുകയോ ഉറക്കത്തിൽ പറഞ്ഞു പോവുകയോ ഒക്കെ ചെയ്ത കേസുകളിൽ പോലും മാരേജ് ഡിസോൾവ് ആയിട്ടുണ്ട്. സത്യമായിട്ടും കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ അറിയാതെയോ ഉറക്കത്തിലോ പറഞ്ഞു പോയാൽ അത് തിരിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് വിവാഹം പോലുള്ള കംപ്ലീറ്റ്ലി പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഫെയറിൽ പോലും എത്രമാത്രം ആഴത്തിലാണ് മതം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നത്. മുസ്ലിം നിയമപ്രകാരം ഭർത്താവ് ഭാര്യയെ ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഭർത്താവിന് ഇഷ്ടമുണ്ടായിട്ട് ചെയ്താലും ഇല്ലാതെ ചെയ്താലും, ഒരിക്കൽ മാരേജ് ഡിസോൾവ് ആയി കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് തമ്മിൽ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുകയും അയാൾ ഈ സ്ത്രീയെ തലാഖ് ചെയ്യുകയും വേണം. തലാഖ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം ഡൈവോഴ്സ് ചെയ്താൽ
മാരേജ് ഡിസോൾവ് ആവുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമല്ല. അതായത് നിക്കാഹ് ഹലാൽ എന്നാണ് അതിന് പറയുക. അതായത് ഒരു ഭർത്താവ് ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തു, അയാൾക്ക് പശ്ചാത്താപം തോന്നി, അറിയാതെ പറ്റിപ്പോയതാണ്, ചെയ്യേണ്ടിയിരുന്നില്ല. എന്നാൽ വീണ്ടും അവർക്ക് പരസ്പരം വിവാഹം കഴിക്കണമെങ്കിൽ ഈ സ്ത്രീ മറ്റൊരാളെ വിവാഹം കഴിക്കുകയും അയാൾ ഈ സ്ത്രീയെ ഡൈവോഴ്സ് ചെയ്ത് ഒഴിവാക്കുകയും വേണം. എന്നാൽ മാത്രമേ വീണ്ടും വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. എത്ര സങ്കീർണമാണ് അല്ലേ വിവാഹബന്ധങ്ങൾ. ഈ അവസ്ഥയാണ് വർഷങ്ങളായി നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ലിബറൽ തിങ്കേഴ്സും മനുഷ്യാവകാശ പ്രവർത്തകരും ഒരു പരിധിവരെ രാഷ്ട്രീയക്കാരും ചോദ്യം ചെയ്തു വന്നിട്ടുള്ളത്. എത്രയോ അധികം പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ മതം എന്നത് എല്ലാവർക്കും തൊട്ടുകളിക്കാൻ ലേശം പേടിയുള്ള ഒരു വിഷയമായതുകൊണ്ട് വളരെ ധീരമായ ജഡ്ജ്മെന്റ്സ് ഈ മേഖലയിൽ വളരെ അപൂർവമായേ കണ്ടിട്ടുള്ളൂ. ഈ സാഹചര്യത്തിലാണ് 2015 ഷായറ ബാനു സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഷായറ ബാനുവിന്റെ ആർഗ്യുമെന്റ് ഇതായിരുന്നു: തലാഖി ബിദ്ദത്ത് എന്ന ട്രിപ്പിൾ തലാഖ്, അതായത് ഭർത്താവ് അറിഞ്ഞോ അറിയാതെയോ വാക്കുകൊണ്ടോ SMS കൊണ്ടോ സോഷ്യൽ മീഡിയ പോസ്റ്റ് കൊണ്ടോ നടത്തുന്ന ഇത്തരത്തിലുള്ള ഇൻസ്റ്റന്റ് യൂണിലാറ്ററൽ ഡൈവോഴ്സ് ഇസ്ലാമിക് ലോ അനുസരിച്ച് പോലും അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നും അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പുതരുന്ന പല മൗലികാവകാശങ്ങളുടെയും ലംഘനമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഷായറ ബാനുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏതാണ്ട് 1 മില്യൺ ആളുകൾ സൈൻ ചെയ്ത ഒരു പെറ്റീഷൻ കൂടി സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെടുകയുണ്ടായി. അതിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ജാക്കിയ സോമൻ നേതൃത്വം നൽകിയ ഭാരതീയ മുസ്ലിം മഹിളാ ആന്തോളൻ എന്ന സംഘടന ഈ വിഷയത്തിൽ വഹിച്ച പങ്കിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. മുസ്ലിം രാഷ്ട്രീയ മഞ്ച് എന്ന മറ്റൊരു സംഘടന കൂടി ഇത്തരത്തിൽ ഈ വിഷയത്തിൽ കൺസെൻസസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വളരെയധികം പണിയെടുത്തിട്ടുണ്ട് എന്നും പറയാതെ വയ്യ. എന്തായാലും ഇത്രയധികം മീഡിയ, പൊളിറ്റിക്കൽ, സോഷ്യൽ ഗ്രൂപ്പ് സപ്പോർട്ട് കിട്ടിയ മറ്റൊരു വിഷയം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വേണം പറയാൻ. എന്തായാലും 2015 ഇങ്ങനെ ഒരു വിഷയം സുപ്രീം കോടതിക്ക് മുമ്പിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ആ ബെഞ്ചിനെ ഈ വിഷയം കൈമാറുകയും ചെയ്തപ്പോൾ വളരെയധികം സൂക്ഷിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ആ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് തന്നെ മൾട്ടി ഫെയ്ത്ത് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ, ജഡ്ജസിനെ അതിൽ റിക്രൂട്ട് ചെയ്തുകൊണ്ടാണ്. അതായത് സിഖ്, ഹിന്ദു, പാസി, മുസ്ലിം, ക്രിസ്ത്യൻ എന്നിങ്ങനെ 5 പ്രധാന മതങ്ങളിൽ വിശ്വസിക്കുന്ന ജഡ്ജിമാരെ ചേർത്തുകൊണ്ടാണ് സുപ്രീം കോടതി, ഒരു മതേതര രാജ്യത്തിലെ സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. വളരെയധികം സൂക്ഷിച്ചിരുന്നു എന്നർത്ഥം. എന്തായാലും ഈ ബെഞ്ചിന് മുമ്പിൽ വന്ന ചോദ്യം ഈ തലാഖി ബിദ്ദത്ത് എന്ന ഈ ഇൻസ്റ്റന്റ് തലാഖ് അഥവാ ട്രിപ്പിൾ തലാഖ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പുതരുന്ന റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു റിലീജിയൻ, ഈ 3 മൗലിക അവകാശങ്ങളുടെ ലംഘനമാണോ എന്നാണ്. കോടതിയിൽ ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ് എഴുതി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അവർ പറയുന്നത് ഈ 3 തരത്തിലുള്ള ഡൈവോഴ്സ് ഫോമും ഇസ്ലാമിക് ലോ പ്രകാരം ആക്സെപ്റ്റ് ചെയ്തതാണ് എന്നും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ ആളുകളെ ട്രെയിൻ ചെയ്യുക മാത്രമേ വേണ്ടൂ എന്നുമാണ്. എന്തായാലും കോടതി ഈ വിഷയങ്ങളെ പഠിക്കാൻ വേണ്ടി നിലനിൽക്കുന്ന ഇസ്ലാമിക ഗ്രന്ഥങ്ങളും മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള മറ്റ് രാജ്യങ്ങളിലെ നിയമങ്ങളും ഇന്ത്യയിലെ തന്നെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സും ഭരണഘടന ഉറപ്പു തരുന്ന റൈറ്റ് ടു റിലീജിയൻ എന്ന റൈറ്റിന്റെ എക്സ്റ്റൻഷനും ഒക്കെ വേണ്ട രീതിയിൽ പഠിച്ചു. ഇപ്പോൾ റൈറ്റ് ടു റിലീജിയൻ എന്ന റൈറ്റ് ടു പ്രാക്ടീസ്, പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ എന്നാണ്. അതിൻ്റെ അർത്ഥം അത്തരത്തിലുള്ള റിലീജിയസ് പ്രാക്ടീസ് വഴി റൈറ്റ് ടു ഈക്വാലിറ്റി, അതായത് തുല്യതയ്ക്കുള്ള അവകാശം, റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ഡിഗ്നിറ്റി തുടങ്ങിയവയൊന്നും ലംഘിക്കാനുള്ള അവകാശം റൈറ്റ് ടു റിലീജിയൻ വഴി തരുന്നില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. എന്തായാലും 2017 3:2 എന്ന റേഷ്യോയിൽ, അതായത് 3 ജഡ്ജിമാർ അനുകൂലിച്ചുകൊണ്ടും 2 ജഡ്ജിമാർ പ്രതികൂലിച്ചുകൊണ്ടും എഴുതിയ ഷയാറു ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന ജഡ്ജ്മെന്റ് വഴി ട്രിപ്പിൾ തലാഖ് ഇന്ത്യയിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് ഡിക്ലെയർ ചെയ്യുകയും ഇനി മുതൽ ആരും അത്തരത്തിലുള്ള ട്രിപ്പിൾ തലാഖ് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്നും അതിനു വേണ്ട രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം ഉടനെ തന്നെ പാർലമെന്റ് നടത്തണമെന്നും സുപ്രീം കോടതി അനുശാസിച്ചു. ഇതിനെ തുടർന്ന് 2017 തന്നെ
മുസ്ലിം വിമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് 2017 എന്ന ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചുവെങ്കിലും 2018 ഒരു ഓർഡിനൻസ് വഴി ട്രിപ്പിൾ തലാഖിനെ ബാൻ ചെയ്യും. ഓർഡിനൻസിന്റെ കാലാവധി ഒരിക്കൽ കൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നെങ്കിൽ പോലും 2019 ജൂലൈയിൽ മുസ്ലിം വിമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജസ് ആക്ട് 2019 പാർലമെന്റ് പാസ്സാക്കുകയും അതുവഴി ട്രിപ്പിൾ തലാഖ് എന്ന ഈ ഇൻസ്റ്റന്റ് തലാഖിനെ ഒരു സോഷ്യൽ മെനേഴ്സായി കണ്ട് നിയമം മൂലം നിരോധിക്കുകയും ചെയ്തു. 2019 വന്ന ഈ നിയമപ്രകാരം ട്രിപ്പിൾ തലാഖ് എന്നത് കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. 3 വർഷമെങ്കിലും തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ്. എന്ന് മാത്രമല്ല, അത്തരത്തിൽ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യമാർക്ക് മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാം എന്നുകൂടി ഈ നിയമം പറഞ്ഞു. 2019 ജൂലൈ 31 തീയതിയാണ് മുസ്ലിം വിമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് എന്ന നിയമം പാസ്സാക്കുന്നത്. അതുവഴി ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും വിവാഹവുമായി ബന്ധപ്പെട്ട് നീതി നടപ്പിലാക്കിയോ? സംശയമാണ്. ഈ നിയമം തലാഖി ബിദ്ദത്ത് അല്ലെങ്കിൽ ട്രിപ്പിൾ തലാഖ് എന്ന് പറയുന്ന ഒരൊറ്റ ഫോം ഓഫ് ഡൈവോഴ്സിനെ മാത്രമാണ് അഡ്രസ് ചെയ്തത്. മറ്റു തരത്തിലുള്ള ഡൈവേഴ്സുകൾ, മുസ്ലിം ലോ പ്രകാരം നിലനിൽക്കുന്ന മറ്റു തരത്തിലുള്ള ഡൈവേഴ്സുകൾ എത്രമാത്രം വിമൺ ഫ്രണ്ട്ലി ആണ്, എത്രമാത്രം ജെൻഡർ ന്യൂട്രൽ ആണ് തുടങ്ങിയ വിഷയങ്ങളെ ഒന്നും ഷയാര ബാനു കേസിലെ ജഡ്ജ്മെന്റ് മാത്രമല്ല, പിന്നീട് നിലവിൽ വന്ന നിയമവും ഇന്ത്യ എന്ന മതേതര രാജ്യത്ത് ജീവിക്കുന്ന നാം ഓരോരുത്തരും ഓരോ തരത്തിലുള്ള വ്യക്തി നിയമങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. ഇത് ശരിയാണോ എന്നതാണ് വളരെ വലിയ ഒരു ചോദ്യം. ആർട്ടിക്കിൾ 44 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 മുതൽ നിലവിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന യൂണിഫോം സിവിൽ കോഡ് എന്ന വളരെ വലിയ ഒരു സ്വപ്നമുണ്ടല്ലോ, അതൊരു സ്വപ്നമായി തന്നെ തുടരുന്നു. 75ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോകുമ്പോഴും ജനാധിപത്യ മതേതര രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ എല്ലാ പൗരന്മാർക്കും ഒരേപോലെ ആയിരിക്കണം. ഹിന്ദു, മുസ്ലിം, പാസി, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ പേഴ്സണൽ ലോസ് ഡിഫറൻ്റ് ആയിരിക്കുന്ന പല കമ്മ്യൂണിറ്റീസ് വരെയുണ്ട്. ഇവരെ എല്ലാം ഒന്നിച്ചു നിർത്തി ഇൻകം ടാക്സ് പോലെയും ഇന്ത്യൻ പീനൽ കോഡ് പോലെയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയും എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരേ നിയമങ്ങൾ അനുസരിച്ച് വിവാഹവും വിവാഹമോചനവും സക്സഷനും ഇൻഹെറിറ്റൻസും അഡോപ്ഷനും വരെ തീരുമാനിച്ചുകൂടാ? അതങ്ങനെയാണ് വേണ്ടത് അല്ലേ? അങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ്, അത് തിരിച്ചറിയുന്നിടത്താണ് ഓരോ ജനാധിപത്യത്തിൻ്റെയും ശക്തി.